വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെറുപയർ കറിയാണ്. നമുക്ക് തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെറുപയർ കറി തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പയറെല്ലാം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിക്കാൻ വെക്കാം. പയർ കഴുകി വാരി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ കുതിർന്ന കാരണം കൊണ്ട് 3 വിസിൽ മതി എൻ്റെ കുക്കറിന്. അടച്ചു വെച്ച് വേകട്ടെ. നമുക്ക് പയർ കറിക്ക് ആവശ്യമുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, മല്ലിയില, പച്ചമുളക്, സബോള. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഒനിയൻ, പച്ചമുളക്, കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സബോള വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, പച്ചമുളക് ഇടുന്ന കാരണം കൊണ്ട്. നന്നായിട്ട് നമുക്കിത് ചൂടാക്കാം. ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി വേവേണ്ടത് കൊണ്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർക്കാം. ഈ സമയത്ത് ഉപ്പില്ല, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, ഞാൻ ചേർക്കുക. ഫൈനലി നമ്മൾ മല്ലിയില ചേർക്കുവാണ്. അങ്ങനെ തേങ്ങ അരയ്ക്കാത്ത ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.